ഹലോ ഗായ്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഗൈസ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു റിവ്യൂ വീഡിയോ ആണ്. അപ്പോൾ ഗൈസ്, ഇത് ഈ ഒരു പടകത്തിൻ്റെ പെട്ടിക്ക് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് റിവ്യൂവിൻ്റെ ഭാഗമായിട്ടില്ല. കാരണം നമ്മൾ ഇതിൻ്റെ മുന്നേ നമ്മുടെ പടകത്തിൻ്റെ കളക്ഷൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോ ജസ്റ്റ് ഒന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എല്ലാവരും ആ ഒരു വീഡിയോയും ഒന്ന് പോയി കണ്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഗൈസ്, നമുക്ക് നമ്മുടെ കണ്ടന്റിലേക്ക് കിടക്കാം ഗൈസ്. ഓക്കെ, അപ്പോൾ നമ്മൾ നരൂട്ടോൻ്റെ റിവ്യൂ ആണ് ഗൈസ് നമ്മളിന്ന് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പം നമ്മുടെ നരൂട്ടോനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പം എങ്ങനെ പറയുക, ഞാൻ പറഞ്ഞുതരാം. നരൂട്ടോ ഷുനിയൻ ജമ്പും ഉണ്ട്, അതുപോലെ തന്നെ നരൂട്ടോ ഷിപ്പുഡനും ഉണ്ട്. അത് നരൂട്ടോ ഷുനിയൻ ജമ്പിൽ എനിക്ക് തോന്നുന്നു 220 എപ്പിസോഡും പിന്നെ ഷിപ്പുഡനിൽ 500 എത്ര എപ്പിസോഡാണ്. ഒന്നാകെ ടോട്ടലായിട്ട് 700 എപ്പിസോഡുണ്ട്. അതുകൊണ്ട് ആ ഒരു കാരണം കൊണ്ട് തന്നെ കുറേ ആൾക്കാർ ഈ ഒരു ആനിമെ കാണാണ്ട് പോകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു നിങ്ങൾ ആ ഒരു ജസ്റ്റ് ആ ഒരു നമ്പർ വെച്ച് ഒരിക്കലും ഈ ഒരു നരൂട്ടോ കാണാതിരിക്കരുത് എന്നാണ്. കാരണം അത്രയ്ക്ക് നല്ലൊരു സീരീസ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. കാരണം ഞാൻ നരൂട്ടോ കാണാൻ തുടങ്ങിയാൽ വേറൊരു ആനിമും പിന്നെ തുടങ്ങിയില്ല, അത് തീർത്തിട്ട് വേറെ ആനിമൊക്കെ തുടങ്ങാമെന്ന് വിചാരിച്ചാണ്. അപ്പോൾ അത് കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി അത്യാവശ്യം നല്ല ആനിമാണ്. പക്ഷേ ഷുനിയൻ ജമ്പിലെ കുറച്ചുകൂടി ആനിമേഷൻ കുറവായിരുന്നു. പിന്നെ ഷിപ്പുഡനിൽ എത്തിയപ്പോൾ ആനിമേഷൻ കാര്യങ്ങളൊക്കെ കൂടി. പിന്നെ ആണെങ്കിൽ ഇതിൽ സൈഡ് ക്യാരക്ടേഴ്സാണ് കേസ് മെയിൻ. ഓക്കെ, നമുക്ക് മെയിൻ ക്യാരക്ടേഴ്സിനേക്കാൾ കൂടുതൽ നമുക്ക് സൈഡ് ക്യാരക്ടേഴ്സിനെ ഇഷ്ടപ്പെടുക. ഉദാഹരണത്തിന് കക്കാശി, ഇറ്റാച്ചിയൊക്കെ കിഡിലാണ് കേസ്. ഓക്കെ, മോസ്റ്റ് ബേഡാസ് ആയിട്ടുള്ള ക്യാരക്ടറാണ് ഇറ്റാച്ചിയൊക്കെ. പിന്നെ അതിലുള്ള വില്ലൻസ് ഈ ഒരു നരൂട്ടോ സീരീസിനെ തന്നെ ടോപ്പ് ലെവലിൽ എത്തിക്കുന്നത് നമ്മുടെ വില്ലൻസാണ്. അപ്പോൾ മറ്റുള്ള ആനിമേനെ പോയല്ല ഗൈസ്. ഓക്കെ, ഇതിലുള്ള വില്ലൻസ് എന്ന് പറയുന്നത് കുറച്ച് ഡിഫറെൻ്റ് ആണ്. കാരണം എന്താ വെച്ചാൽ ഇവർ മറ്റുള്ള വില്ലൻസൊക്കെ ജസ്റ്റ് ഹ്യൂമാനിറ്റീനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. പക്ഷേ ഇതിലുള്ള നരൂട്ടോയിലുള്ള വില്ലൻസ് പറഞ്ഞാൽ കുറച്ച് ഡിഫറെൻ്റ് ആണ്. അവർ പീസിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, നമുക്ക് മാദ്ര ഉച്ചിഹാനെ നോക്കുകയാണെങ്കിലും അതുപോലെ തന്നെ പറയുക സ്പെയിനില്ലേ നമ്മുടെ നാഗറ്റോ. ഓക്കെ, അപ്പോൾ അവരൊക്കെ നമ്മുടെ ഈ ഒരു പീസിന് വേണ്ടിയിട്ടാണ് ഈ അക്കാഡ്സ്കി ഗ്രൂപ്പ് തന്നെ ഉണ്ടാക്കിയത്. അക്കാഡ്സ്കി എന്നുള്ള ഗ്രൂപ്പുണ്ട്, അതൊക്കെ ഒരു മോസ്റ്റ് ബെഡാസ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പാണ്. അപ്പോൾ അതൊക്കെ ഉണ്ടാക്കിയത് തന്നെ നമ്മുടെ പീസ്, നമ്മുടെ വേൾഡിൽ പീസ് ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അങ്ങനത്തെ ആ ഒരു ലെവൽ വില്ലൻസാണ് കേസ് നമ്മുടെ നരൂട്ടോ ഉള്ളത്. ഓക്കെ, അപ്പം ആ ഒരു കാരണം കൊണ്ടൊക്കെയാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. കാരണം എന്താ വെച്ചാൽ മറ്റുള്ള ആനിമ പോലെയല്ല, നമുക്ക് വളരെയധികം ആ ഒരു ആനിമിനോട് അതൊരു ആനിമല്ല, അതൊരു റിയൽ വേൾഡ് പോലെ നമുക്ക് ഫീൽ ചെയ്യുന്നതാണ് നമ്മുടെ ഒരു നരൂട്ടോ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം എനിക്ക് എന്തായാലും ഒരു മസ്റ്റ് വാച്ച് ആയിട്ടാണ് ഗൈസ് തോന്നിയത്. അപ്പം നിങ്ങൾക്ക് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. എനിക്ക് എന്തായാലും ഒരു മസ്റ്റ് വാച്ച് ആയിട്ടാണ്. പിന്നെ നരൂട്ടോ സാസ്കെ തമ്മിലുള്ള റൈവലറിയാണ് മെയിനായിട്ട് ഇതിൽ ഉള്ള ഇതിൻ്റെ ഒരു ഇത് എന്ന് പറയുന്നത്. അപ്പം ഇതൊക്കെ തന്നെയാണ് ഗൈസ് നമുക്ക് ഈ നരൂട്ടോ എന്നുള്ള സീരീസിനെ കുറിച്ച് പറയാനുള്ളത്. നിങ്ങൾ കണ്ടിട്ടില്ല എന്തായാലും കണ്ടു നോക്കുക. ഒരു അടിപൊളി കിടുക്കാച്ചി സീരീസാണ്. നിങ്ങൾ കണ്ടില്ലെങ്കിൽ നിങ്ങൾ റീക്രെറ്റ് ചെയ്യും ഗൈസ്. ഓക്കെ, അത്രയ്ക്കും ഒരു കിഡിലായിട്ടുള്ള സീരീസാണ്. അപ്പം ഈ ഒരു നമ്മൾ ഈ ഒരു ആനിമ നരൂട്ടോ കണ്ടിട്ട് വേറെയും കുറച്ച് ആനിമകളൊക്കെ കാണണമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഈ നരൂട്ടോ എന്നുള്ളത് നമുക്കൊരു കണ്ടപ്പോൾ തന്നെ നമുക്ക് ആനിമിനുള്ള ഒരു ഇത് കൂടി കഴിച്ചു. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതേമാതിരി ബാക്കിയുള്ള ആനിമൊക്കെ കണ്ടിട്ട് അതിൻ്റെ റിവ്യൂ ചെയ്യാവുന്നതാണ്. അപ്പം ഇതന്നെയാണ് കേസ് എനിക്ക് പറയാനുള്ളത്. നരൂട്ടോ ഒരു കിഡിലെ ആനിമാണ്. അപ്പം പിന്നെ അതിലെന്താണ് കേസ് പറയാനുള്ളത്, അതിൻ്റെ എല്ലാം സെറ്റാണ് കേസൊക്കെ. എല്ലാം കഴിഞ്ഞൊരു ആനിമായിട്ടാണ് എനിക്ക് തോന്നിയത്. അതിൽ ഡയലോഗ് കുറേ ഉണ്ട് കേട്ടോ. നമ്മളെ കിഡിലെ കിണ്ണങ്കാച്ചി ഡയലോഗുകളൊക്കെ ഉണ്ട്. മാദ്ര ഉച്ചിഹൻ്റെ ഇറ്റാച്ചി ഉച്ചിഹ. പിന്നെ എനിക്ക് അതിൽ ഏറ്റവും ഫേവറേറ്റ് തോന്നിയതെന്ന് വെച്ചാൽ നമ്മുടെ ഇറ്റാച്ചി ഉച്ചിഹനെ. ഓക്കെ, ഇറ്റാച്ചി ഉച്ചിഹ നിങ്ങളുടെ ഫേവറേറ്റ് ആരാണെന്ന് കമൻറ്റ് ചെയ്യുക. എൻ്റെ ഫേവറേറ്റ് ഇറ്റാച്ചി അതുപോലെ തന്നെ കക്കാശിയാണ്. അപ്പം നിങ്ങളുടെ ഫേവറേറ്റ് ക്യാരക്ടർ ആരാണെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്യുക. അപ്പം നമുക്ക് അടുത്ത ഒരു റിവ്യൂ വീഡിയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വീഡിയോ ആയിട്ട് കാണാം ഗൈസ്. അപ്പം അതുവരേക്കും ബൈ ഗായ്സ്. അപ്പോൾ ഈ ഒരു വീഡിയോ മറക്കണ്ട, നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും പോയി കാണുക. ഓക്കെ, സൈനിങ് ഓഫ്.